ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിലുടനീളം സ്കൂളുകളും കോളേജുകളും അടച്ചു. മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ സർക്കാർ താൽക്കാലികമായി നിർത്തിവെച്ചു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ സ്വേച്ഛാധിപതി എന്നാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അമേരിക്കയുടെ പുതിയ രാജ്യം എന്ന വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഷെയ്ഖ് ഹസീനയെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. കഴിഞ്ഞ മാസം ബംഗ്ലാദേശിൽ നിരവധി വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുകയുണ്ടായി. തുടക്കത്തിൽ സമാധാനപരമായിരുന്നു പ്രതിഷേധങ്ങൾ. എന്നാൽ ഇപ്പോൾ അക്രമത്തിലേക്ക് വഴിമാറുകയാണ്. ഒരു സൈനിക കർഫ്യൂ പ്രഖ്യാപിച്ചു. തെരുവുകളിൽ സൈന്യം കർശനമായ കർഫ്യൂ. ആശയവിനിമയം തടസ്സപ്പെട്ടു. ഈ ഏറ്റുമുട്ടലിൽ കുറഞ്ഞത് 150 പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പൊതുമേഖലയിലെ ക്വാട്ട സമ്പ്രദായത്തെ ചുറ്റിപ്പറ്റിയാണ് പ്രതിഷേധങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവിടെ 56% ജോലികൾ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. മെറിറ്റ് അടിസ്ഥാനമാക്കി 44% മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ജാതിയുടെ അടിസ്ഥാനത്തിലല്ല, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിൻഗാമികളെ അടിസ്ഥാനമാക്കിയുള്ളതിനാൽ ഈ സമ്പ്രദായം ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇത് നന്നായി മനസ്സിലാക്കാൻ ബംഗ്ലാദേശിന്റെ ചരിത്രം പരിശോധിക്കേണ്ടതുണ്ട്. സ്വാതന്ത്ര്യത്തിനു മുമ്പ് ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു. അന്ന് കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്നു. ഇന്നത്തെ പാകിസ്ഥാൻ പടിഞ്ഞാറൻ പാകിസ്ഥാൻ ആയിരുന്നു. കിഴക്കൻ പാകിസ്ഥാൻ വ്യാപകമായ സാമൂഹികവും സാമ്പത്തികവുമായ വിവേചനം നേരിട്ടിട്ടുണ്ട്. രാജ്യത്തിന്റെ കയറ്റുമതിയുടെ 59% സംഭാവന ചെയ്തിട്ടും വ്യവസായിക നിക്ഷേപത്തിന്റെ 25% മാത്രമാണ് കിഴക്കൻ പാകിസ്ഥാനിലേക്ക് പോയത്. 1970 നവംബറിലെ ഹോല ചുഴലിക്കാറ്റ് വീശിയടിച്ചു. ഇത് ഏകദേശം 3 ലക്ഷം മരണങ്ങൾക്ക് കാരണമായി. പടിഞ്ഞാറൻ പാകിസ്ഥാൻ ആശ്വാസം നൽകാൻ കാര്യമായി ഒന്നും ചെയ്തില്ല. രാഷ്ട്രീയ വിവേചനം തുടർന്നുകൊണ്ടിരുന്നു. പടിഞ്ഞാറൻ പാകിസ്ഥാൻ സൈന്യം വലിയ തോതിലുള്ള അതിക്രമങ്ങൾ നടത്തി കിഴക്കൻ പാകിസ്ഥാനെ വംശഹത്യയിലേക്ക് നയിച്ചു. ഏകദേശം 10 ദശലക്ഷം ആളുകൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. കിഴക്കൻ പാകിസ്ഥാനിലെ ജനസംഖ്യയുടെ ഏകദേശം 50% ആഭ്യന്തരമായി കുടിയൊഴിക്കപ്പെട്ടു. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കീഴിൽ ഇന്ത്യയുടെ സഹായത്തോടെ ആത്യന്തികമായി ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. ഇതാണ് ബംഗ്ലാദേശിന്റെ ചുരുക്കത്തിലുള്ള ചരിത്രം. ഇപ്പോൾ ബംഗ്ലാദേശ് കത്തുകയാണ്. തൊഴിലില്ലായ്മ, സംവരണം കുത്തനെ കുറയ്ക്കൽ, ഒരു പ്രത്യേക രാഷ്ട്രീയക്കാർക്ക് സംവരണം കൂട്ടി നൽകുക എന്നീ ഒരുപാട് കാരണങ്ങൾ ബംഗ്ലാദേശ് തെരുവുകളിൽ അക്രമങ്ങളും പ്രതിഷേധങ്ങളും നിറയുകയാണ്. അതെ, ബംഗ്ലാദേശിന്റെ ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ച് ചോദ്യങ്ങളുണ്ട്. ജനുവരിയിൽ അവർ തുടർച്ചയായി 4ാം തവണയും വിജയിച്ചു. എന്നാൽ തിരഞ്ഞെടുപ്പിൽ കൃത്രിമ ആരോപണം ഉണ്ട്. പ്രതിഷേധങ്ങൾക്കിടെ പോസ്റ്ററുകളും മുദ്രാവാക്യങ്ങളും ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഉയർന്നു. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തന്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുമെന്നും അവ പരിഹരിക്കാൻ ക്രിയാത്മകമായ സമീപനം സ്വീകരിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പ്രശ്നങ്ങൾ അവർ ഉണ്ടാക്കുമ്പോൾ ഇവർ ഒരു നല്ല ഭരണകൂടമാണോ എന്നതിൽ ബംഗ്ലാദേശിൽ ഉടനീളം ചോദ്യങ്ങളുണ്ട്. ഷെയ്ഖ് ഹസീനയെ പോലെ ജനപിന്തുണ ഉള്ള ഒരു നേതാവ് ജയങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും എന്ന പ്രസ്താവനകളുമുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ന്യൂസുകൾ ഈ ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. അപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ബംഗ്ലാദേശ് കഴിഞ്ഞ ഇലക്ഷന് മുൻപ് അവർ ഒരു ആരോപണം നടത്തിയിരുന്നു. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ, ഈ വീഡിയോ ഒരിക്കലും രാഷ്ട്രീയപരമോ അല്ലെങ്കിൽ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാനോ ഉള്ള വീഡിയോ അല്ല. ഈ ന്യൂസിനെ പറ്റി കേട്ടപ്പോൾ പിന്നീട് തിരഞ്ഞപ്പോൾ കിട്ടിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ആരംഭിക്കാം. ഇന്ത്യക്കടുത്തായി ഒരു പുതിയ രാജ്യം ഉടൻ ഉയർന്നു വരാൻ പോകുന്നു. അതെ, ബംഗ്ലാദേശിനെ തകർത്ത് ഇന്ത്യക്കടുത്തായി ഒരു പുതിയ രാജ്യം സ്ഥാപിക്കാൻ അമേരിക്ക പദ്ധതിയിടുന്നു. ഇത് ഞാൻ പുതുതായി ഉണ്ടാക്കിയ കഥയല്ല. അത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയിൽ നിന്ന് നേരിട്ട് വന്ന കഥയാണ്. 2024 മാർച്ച് 24 നടത്തിയ ഒരു പ്രസംഗത്തിൽ ബംഗ്ലാദേശിന് സമീപം ഒരു പുതിയ രാജ്യം സൃഷ്ടിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്ന് അവർ നേരിട്ട് ആരോപിച്ചു. ഈ ആരോപണം ശരിയാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അത് രാഷ്ട്രീയപരമായിരിക്കാം. എന്തായാലും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയിൽ നിന്ന് ഇങ്ങനൊരു ആരോപണം ഉണ്ടായി എന്നത് വാസ്തവമാണ്. തനിക്ക് ഈ കരാർ വാഗ്ദാനം ചെയ്തതായി പോലും അവർ സൂചിപ്പിച്ചിരുന്നു. ബംഗ്ലാദേശിന് സമീപമുള്ള സെയിന്റ് മാർട്ടിൻസ് ദ്വീപ് അവർ US നൽകിയാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ്, അതായത് 2024 ജനുവരി 7 നടന്ന ബംഗ്ലാദേശ് ദേശീയ തിരഞ്ഞെടുപ്പിൽ അമേരിക്ക അവരുടെ വിജയം ഉറപ്പാക്കും എന്നായിരുന്നു വാഗ്ദാനം. ഇത് സംഭവിച്ചിട്ടുണ്ടാവുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരുപക്ഷെ ശരിയാണെങ്കിൽ ഈ വിഷയം ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 10 മടങ്ങ് ദോഷകരമാണ്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലകൾക്ക്.
US എങ്ങനെ ബംഗ്ലാദേശിനെ 2 ഭാഗങ്ങളായി വിഭജിക്കും? ഒരു പുതിയ രാജ്യം രൂപീകരിക്കാൻ ഏത് പ്രദേശങ്ങൾ വേർപെടുത്തും? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അർത്ഥമാക്കുന്നത്? ഇന്ത്യയുടെ ഭാവി എന്തായിരിക്കും? ശരി, നമുക്ക് കണ്ടെത്താം. 2023 ഏപ്രിലിൽ ബംഗ്ലാദേശിലെ ജനാധിപത്യം അവസാനിപ്പിക്കാനും ഒരു പുതിയ സർക്കാർ സ്ഥാപിക്കാനും US ആഗ്രഹിക്കുന്നുവെന്ന് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് പാർലമെന്റിൽ പ്രസ്താവിച്ചു. ഇത് സംബന്ധിച്ച് പ്രധാന തെളിവുകളൊന്നും തന്നെ ഇല്ല. പക്ഷെ ഷെയ്ഖ് ഹസീനയുടെ ആരോപണങ്ങൾ ഒരു പരിധിവരെ ശരിയായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി അവർ കെട്ടിച്ചമച്ചതായിരിക്കാം. ഉദാഹരണത്തിന്, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരു ജനാധിപത്യ ഉച്ചകോടിക്ക് പോലും US ബംഗ്ലാദേശിനെ ക്ഷണിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം. ബംഗ്ലാദേശിലെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളും സുതാര്യമായ തെരഞ്ഞെടുപ്പായി പോലും US കണക്കാക്കുന്നുമില്ല. 2013 പൊതുവൽക്കരിച്ച മുൻഗണനാ വ്യവസ്ഥയ്ക്ക് കീഴിൽ ബംഗ്ലാദേശിന് നൽകിയിരുന്ന വ്യാപാര ആനുകൂല്യങ്ങൾ US അവസാനിപ്പിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ മനുഷ്യാവകാശ ലംഘനത്തിന്റെ പേരിൽ അവർ ബംഗ്ലാദേശിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. വ്യക്തമായും ഈ പ്രവർത്തനങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ബംഗ്ലാദേശിൽ അമേരിക്ക അത്ര സന്തുഷ്ടരല്ല എന്നാണ്. അതുപോലെ ബംഗ്ലാദേശ് അമേരിക്കയോടും. അമേരിക്ക ബംഗ്ലാദേശിനെ മാറ്റി നിർത്തുന്ന സാഹചര്യം അവർ ചിലപ്പോൾ ഇലക്ഷന് വേണ്ടി ഉപയോഗിച്ചതായിരിക്കാം. എന്നാൽ നിങ്ങൾക്കറിയാമോ, USഉം ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം എല്ലായ്പ്പോഴും ഇങ്ങനെ ആയിരുന്നില്ല. ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ആഴത്തിൽ വിശകലനം ചെയ്താൽ ബംഗ്ലാദേശിന് US തുടക്കത്തിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്തതായി നിങ്ങൾ കാണും. ഒരു കാലത്ത് ബംഗ്ലാദേശിനെ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയായി അമേരിക്ക കണക്കാക്കിയിരുന്നു. വാസ്തവത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് ഏറ്റവും കൂടുതൽ നിക്ഷേപം ലഭിച്ച രാജ്യം US ആണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇരു രാജ്യങ്ങളും തങ്ങളുടെ ഉഭയകക്ഷി ബന്ധത്തിന്റെ സമ്പൂർണ്ണ ജൂബിലി പോലും ആഘോഷിച്ചിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ സൗഹൃദം പെട്ടെന്ന് ശത്രുതയായി മാറിയത്? ഇത് മനസ്സിലാക്കാൻ USന് ഈ മേഖലയിലുള്ള വ്യക്തിപരമായ താല്പര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം USന് ഒരു മാതൃകയുണ്ട്. അതെല്ലായ്പ്പോഴും അവരുടെ വ്യക്തിപരമായ താല്പര്യം നിമിത്തം പ്രദേശങ്ങളിൽ ഇടപെടുകയും പിന്നീട് ജനാധിപത്യം സംരക്ഷിക്കുകയോ ക്രമസമാധാന പാലനം നടത്തുകയോ പോലുള്ള ഏത് സാഹചര്യവും അവർ അവതരിപ്പിക്കും. അതിനാൽ ഇത്തവണ USന് ഈ മേഖലയിൽ വ്യക്തിപരമായ താല്പര്യമുണ്ട്. സെയിന്റ് മാർട്ടിൻസ് ദ്വീപ് തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാനുള്ള പിന്തുണയ്ക്ക് പകരമായി അമേരിക്ക ഷെയ്ഖ് ഹസീനയോട് ചോദിച്ചു എന്ന് അവർ ആരോപിക്കുന്ന സ്ഥലമാണിത്. എന്നാൽ USന്റെ വാഗ്ദാനം നിരസിച്ച ഉടൻ അവർ ബംഗ്ലാദേശിനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അവർ സ്വമേധയാ ഈ ദ്വീപ് അവർക്ക് നൽകിയില്ലെങ്കിൽ ആ ദ്വീപിൽ US ഒരു പുതിയ രാജ്യം സൃഷ്ടിക്കുമെന്നായിരുന്നു ഭീഷണികൾ. ഇതാണ് ബംഗ്ലാദേശിന്റെ വാദം. 2003 ഈ ദ്വീപിൽ വ്യോമ നാവിക താവളം നിർമ്മിക്കാൻ US നിർദ്ദേശിച്ചതോടെയാണ് പ്രശ്നം ആരംഭിച്ചത്. എന്നാൽ ബംഗ്ലാദേശ് അവരുടെ ആവശ്യം നിരസിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം അവർ തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ്. എന്നാൽ ഇപ്പോൾ USന് മുഴുവൻ ദ്വീപിന്റെയും നിയന്ത്രണം മാത്രമേ ആവശ്യമുള്ളൂ. ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ശക്തി കേന്ദ്രം സ്ഥാപിക്കാൻ അവർ അവിടെ ഒരു പുതിയ രാജ്യം സൃഷ്ടിക്കാനും ഒരു സർക്കാർ സ്ഥാപിക്കാനും ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ സുഹൃത്തായ അമേരിക്ക അടുത്തു വരുന്നത് നല്ലതാണെന്ന് കരുതി സന്തോഷിക്കുന്നവർ അറിയണം. നമ്മുടെ 3 സംസ്ഥാനങ്ങളെ വിഭജിച്ച് ഈ പുതിയ രാജ്യം സൃഷ്ടിക്കാൻ അമേരിക്ക പദ്ധതിയിടുന്നു എന്നുകൂടി അവരുടെ വാദമുണ്ട്. എന്നാൽ ചിലപ്പോൾ ഇന്ത്യക്ക് ഗുണം ചെയ്തേക്കാം, അറിയില്ല. ഇവ ഏതൊക്കെയാണെന്ന് അറിയുന്നതിന് മുമ്പ് ഈ മേഖലയിൽ USന് മറഞ്ഞിരിക്കുന്ന താല്പര്യം നാം മനസ്സിലാക്കണം. USന് ഈ ദ്വീപ് ലഭിക്കുകയാണെങ്കിൽ അതിന് 3 പ്രധാന നേട്ടങ്ങളുണ്ട്. ഒന്നാമതായി, കോക്സ് ബസാറിനെ നേരിടാൻ ഇന്ന് ചൈനയെ അമേരിക്ക അതിന്റെ പ്രധാന എതിരാളിയായി കണക്കാക്കുന്നു. അത് രഹസ്യമല്ല. ഭൂമിശാസ്ത്രപരമായി സെന്റ് മാർട്ടിൻസ് ദ്വീപ് കോക്സ് ബസാർ തുറമുഖത്തിന് വളരെ അടുത്താണ്. അത് ചൈന വികസിച്ചപ്പോൾ പൂർണ്ണമായും നിയന്ത്രിക്കുന്നു. അമേരിക്ക ഇവിടെ എത്തിയാൽ അവർക്ക് ഈ മേഖലയിൽ മുൻതൂക്കമുണ്ടാകും. ചൈനയെ എളുപ്പത്തിൽ നിരീക്ഷിക്കാനും കഴിയും. എന്നാൽ നിരീക്ഷണത്തിന് വേണ്ടി മാത്രം അമേരിക്ക ഇത്രയും ദൂരം പോകില്ല. നിങ്ങൾ മാപ്പ് നോക്കുകയാണെങ്കിൽ US ഇവിടെ ഒരു നാവിക താവളം നിർമ്മിക്കുകയാണെങ്കിൽ അത് വളരെ സ്വാധീനം ചെലുത്തുമെന്ന് മനസ്സിലാക്കാം. രണ്ടാമതായി, മലാക്ക കടലിടുക്കിലേക്കുള്ള പ്രവേശനമാണ്. മലാക്ക കടലിടുക്കിന്റെ പ്രാധാന്യം വിശദീകരിക്കേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അടിസ്ഥാനപരമായി ലോകത്തിലെ വ്യാപാരത്തിന്റെ 60% ഇവിടെയും ചൈനയുടെ എണ്ണ വ്യാപാരത്തിന്റെ 75% ഇവിടെയും കടന്നു പോകുന്നുണ്ട്. ചൈനയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഈ പാത നിർണായകമാണ്. ഈ പോയിന്റ് തടഞ്ഞാൽ ചൈനയുടെ എല്ലാ വ്യവസായങ്ങളും ശ്വാസം മുട്ടിക്കുകയും പെട്ടെന്ന് തകരുകയും ചെയ്യും. മലാക്ക കടലിടുക്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് അറിയാഞ്ഞിട്ടല്ല, മുമ്പ് അവർ അതിനെ അവഗണിക്കുകയുമില്ല. 27 വർഷം മുമ്പ് 1988 സിംഗപ്പൂരിലെ ചാങ്കി തുറമുഖത്ത് അവർ മലാക്ക കടലിടുക്കിന് സമീപം ഒരു താവളം സ്ഥാപിച്ചിരുന്നു. എന്നാൽ അതിൽ 2 പ്രധാന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ബേസ് മലാക്ക കടലിടുക്കിന്റെ എക്സിറ്റ് പോയിന്റിലാണ്.
അതായത് യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ ചൈനയുടെ ഷിപ്പിംഗ് തടയാൻ അമേരിക്ക ആഗ്രഹിച്ചാലും അപ്പോഴേക്കും കപ്പലുകൾ ഏതാണ്ട് മലാക്ക കടന്ന് ഒരു പ്രദേശത്തേക്ക് പ്രവേശിക്കുമായിരുന്നു. ചൈനീസ് നാവികസേന ഇതിനകം തന്നെ ആധിപത്യം പുലർത്തുന്ന സാഹചര്യം. ചൈനയുടെ മലാക്ക ഡിലമ മറ്റൊരു കാര്യമാണ്. ഇന്നത്തെ ചൈനയുടെ ഏറ്റവും വലിയ ഭയം എന്താണ്? മലാക്ക കടലിടുക്ക് തടസ്സപ്പെട്ടാലോ? അത് തന്നെ. ഈ ഭയത്തെ നേരിടാൻ 2015 മുതൽ തായ് കനാൽ സൃഷ്ടിക്കാൻ ചൈന തായ്ലൻഡിനോട് നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശത്തിൽ തായ്ലൻഡ് അതിന്റെ തെക്കൻ ഭാഗം മുറിച്ചു മാറ്റി അവിടെ ഒരു മനുഷ്യനിർമ്മിത കനാൽ സൃഷ്ടിക്കണമെന്ന് ചൈന ആഗ്രഹിച്ചിരുന്നു. ഇത് ചൈനയുടെ മലാക്ക കടലിടുക്കിനെ ആകെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും അവരുടെ ഷിപ്പിംഗ് ദൂരം 1200 കിലോമീറ്റർ കുറയ്ക്കുകയും സമയവും ഇന്ധനം ലാഭിക്കുകയും ചെയ്യും. തുടക്കത്തിൽ തായ് സർക്കാർ ഈ നിർദ്ദേശം നിരസിച്ചു. എന്നാൽ 2020 അവരുടെ പാർലമെന്റ് ഇത് പഠിക്കാൻ തുടങ്ങി. ഇതിൽ നിന്ന് ചൈനയുടെ സ്വാധീനം മൂലമോ മറ്റെന്തെങ്കിലും കാരണത്താലോ തായ്ലൻഡ് തീർച്ചയായും ചൈനക്ക് ഈ വഴി നൽകുമെന്ന് അമേരിക്ക മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇന്ന് ഈ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത്. മൂന്നാമതായി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം മുതൽ അമേരിക്ക എല്ലായ്പ്പോഴും പാകിസ്ഥാന്റെ പക്ഷത്താണ്. കാർഗിൽ യുദ്ധസമയത്ത് അവർ തീവ്രവാദ കേന്ദ്രങ്ങളുടെ GPS കോർഡിനേറ്റുകൾ പോലും ഇന്ത്യക്ക് പങ്കിട്ടില്ല. കാരണം അമേരിക്കയ്ക്ക് എല്ലായ്പ്പോഴും ഏഷ്യയിൽ വാങ്ങാൻ കഴിയുന്ന ഒരു സംഖ്യകക്ഷി ആവശ്യമാണ്. എന്നാൽ പാകിസ്ഥാൻ പരാജയപ്പെട്ട രാജ്യമാണെന്നും തങ്ങളുടെ ഏറ്റവും വലിയ എതിരാളിയായ ചൈനയെ നേരിടാൻ ഇന്ത്യയെ പോലെ ഒരു വികസ്വര ശക്തി ആവശ്യമാണെന്നും അവർ മനസ്സിലാക്കിയപ്പോൾ അവർ ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ തുടങ്ങി. എന്നാൽ ഇപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഇത് സമർത്ഥമായി മുതലെടുക്കുകയാണ്. ഉദാഹരണത്തിന്, റഷ്യ ഉക്രൈൻ യുദ്ധകാലത്ത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് US പറഞ്ഞപ്പോൾ ഇന്ത്യ വാങ്ങിയിരുന്നു. റഷ്യയിൽ നിന്ന് S-400 വാങ്ങരുതെന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ അതും വാങ്ങി. അതിനാൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയോട് കൂടുതൽ കാര്യങ്ങൾ പറയാനോ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താനോ കഴിയാത്ത അവസ്ഥയിലാണ് അമേരിക്ക ഇപ്പോൾ. ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ പോലുള്ള ഒരു സംഖ്യകക്ഷിയെ ആശ്രയിക്കുന്നതിനു പകരം മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം നിലനിർത്തുക എന്നതാണ് USന്റെ ഏറ്റവും മികച്ച ഓപ്ഷൻ. അതുകൊണ്ടാണ് ഇപ്പോൾ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഒരു പുതിയ രാജ്യം അവർ ആഗ്രഹിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ ഒരു ചരിത്രം നോക്കാം. സ്വന്തം അജണ്ട അനുസരിച്ച് US 2 രാജ്യങ്ങളെ ബന്ധിപ്പിച്ചു. തുടർന്ന് ഉദ്ദേശം പൂർത്തീകരിച്ച ശേഷം ഉടൻ തന്നെ അവയെ വേർപെടുത്തി. ഏകദേശം 50 വർഷം മുമ്പ് 1975 കിഴക്കൻ തിമോറുമായി അമേരിക്ക അത് കൃത്യമായി ചെയ്തു. തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയിൽ തങ്ങളുടെ ആധിപത്യം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിച്ചപ്പോൾ കിഴക്കൻ തിമോറിൽ സോവിയറ്റ് യൂണിയന്റെ സ്വാധീനം വർദ്ധിച്ചതായി US തിരിച്ചറിഞ്ഞു. അതിനാൽ കിഴക്കൻ തിമോറിനെ ആക്രമിക്കാൻ അത് അതിന്റെ സംഖ്യകക്ഷിയായ ഇന്തോനേഷ്യക്ക് ആയുധങ്ങൾ നൽകുകയും ചെയ്തു. 20 വർഷക്കാലം രാജ്യം അസ്ഥിരമായി തുടർന്നു. ജനസംഖ്യയുടെ മുന്നിൽ 2 ഭാഗവും തുടച്ചു നീക്കപ്പെട്ടു. ഒടുവിൽ കിഴക്കൻ തിമോറിൽ നിന്ന് US ഒരു പ്രത്യേക രാജ്യം സൃഷ്ടിച്ചു. ഇപ്പോൾ കിഴക്കൻ തിമോറിൽ നിന്ന് നീങ്ങുമ്പോൾ നമുക്ക് കൊറിയയിലേക്ക് നോക്കാം. ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും ഒരു കാലത്ത് ഒരു രാജ്യമായിരുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ USഉം ശീതയുദ്ധവും കാരണം US ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിൽ യുദ്ധം സൃഷ്ടിച്ച് അവയെ പ്രത്യേക രാജ്യങ്ങളാക്കി. കൊറിയൻ പെനിൻസുലയിൽ അതിന്റെ സ്വാധീനം ശക്തിപ്പെടുത്തി. കൊറിയൻ ഉപദ്വീപിനെ 38ാമത്തെ സമാന്തര രേഖയെ അടിസ്ഥാനമാക്കി സ്ഥിരമായി വിഭജിച്ചു. അമേരിക്കക്കാർ അത് നടപ്പിലാക്കി. ബംഗ്ലാദേശിൽ അടുത്തിടെ നടന്ന കലാപങ്ങൾ പ്രധാനമായും രാഷ്ട്രീയവും മതപരവുമായ സംഘർഷങ്ങളാണ്. പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള തർക്കങ്ങൾ, അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവയാണ്. ഈ സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടുന്നത് ചില സന്ദർഭങ്ങളിൽ വർഗീയ അല്ലെങ്കിൽ വിഭാഗീയ ആക്രമണങ്ങളും ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചോദ്യം ഇതാണ്: അമേരിക്കയ്ക്ക് ഇങ്ങനൊരു പങ്കാളിത്ത ചരിത്രം ഉള്ളപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ ആരോപണം ശരിയാണോ? ഒരു കാര്യത്തിൽ സംശയമില്ല, അമേരിക്ക ചൈനയെ എതിരാളികളായി കാണുന്നുണ്ട്. അവർ തമ്മിൽ വീക്ഷണകോണിൽ പെടാത്ത യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഷെയ്ഖ് ഹസീന ഇത് മുതലെടുത്തത് ആവാനും സാധ്യതകൾ ഏറെയാണ്. അതിന്റെ ഉത്തരമാണ് ഇന്ന് ബംഗ്ലാദേശിന് മുന്നിലുള്ളത്. ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയത്തിൽ ജനങ്ങൾ തൃപ്തരല്ല. അവർ നേട്ടങ്ങൾക്കായി എന്തും ചെയ്യാൻ മടിക്കില്ല എന്നത് അവരുടെ ചരിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതെ, ബംഗ്ലാദേശിന്റെ ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ച് ചോദ്യങ്ങളുണ്ട്. ജനുവരിയിൽ അവർ തുടർച്ചയായി 4ാം തവണയും വിജയിച്ചിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിൽ കൃത്രിമ ആരോപണം നിലനിൽക്കുകയാണ്. അവർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുമെന്നും അവ പരിഹരിക്കാൻ ക്രിയാത്മകമായ സമീപനം സ്വീകരിക്കട്ടെ എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് സത്യം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കൂ.